കഴിക്കാൻ പറ്റുന്നതല്ല, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്നതല്ല. ഞാൻ വീട്ടിൽ വന്നു എപ്പോഴുള്ള എന്താ പറയുക ഈ അത്യാവശ്യം സംസ്ഥാനമാണ് അടുത്ത തലമുറ എനിക്ക് വരുന്നില്ല, യുവാക്കളിലേക്ക് വരുന്നില്ല. മീറ്റിംഗിൽ നോക്കിയാൽ കുറേ പ്രായ ആൾക്കാർ മാത്രം, കടകടുത്ത് കുറേ ആൾക്കാരുണ്ടാവും, പക്ഷെ ചെറുപ്പക്കാരെ ആൾക്കാരെ കാണുന്നില്ല. പക്ഷെ ഇന്ന് എവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാസർഗോഡായിക്കൊണ്ട് ഇവിടെ ഏത് ഭാഗത്തും മണ്ഡലത്തെ മീറ്റിംഗ് എവിടെ ചെല്ലുമ്പോൾ ഇന്ന് കാണുന്നത് ഏറെക്കുറെ യുവാക്കളാണ്. അതിന് വലിയൊരു മാറ്റം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് തന്നെ ഏറ്റവും വലിയ നമ്മുടെ വിജയം. കാരണം ഇതിന്റെ ഏറ്റവും വലിയ ഭാഗ്യം പറഞ്ഞാൽ ഈ ഇരിക്കുന്ന യുവതലമുറയ്ക്കാണ് ഏറ്റവും വലിയ ഭാഗ്യം. ബേക്കോട്ട് കിട്ടുന്ന വലിയൊരു നേട്ടം എന്ന് പറഞ്ഞാൽ ഈ യുവതലമുറയ്ക്കാണ്. കാരണം ഇതിന് നല്ലൊരു മുഖച്ചായ ഉണ്ടാക്കി കൊടുത്ത് നാട്ടുകാരുടെ മുന്നിൽ ജനങ്ങളിലും നല്ല ഒരു പിക്ചർ എന്ന് ബേക്കറി എന്താ പറയുക ബേക്കറികൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് ബേക്കറി ഉദ്ദേശിക്കുന്നത് ഒരു ബേക്കറിക്കാരെ കച്ചവടം ഇതിന് മേശപ്പട്ടിയിലേക്ക് കാശ് നിറയ്ക്കാൻ മാത്രമല്ല, ജനങ്ങൾക്ക് നല്ല ഒരു സ്ഥാനം എത്തിക്കാമെന്നൊരു ലക്ഷ്യബോധം കൂടിയാണ് ഇന്ന് ബേക്കറി വെച്ചിരിക്കുന്നത്. അങ്ങനെ വലിയ നല്ല നല്ല ആശയങ്ങൾ വെച്ചിട്ടാണ് ഇന്ന് ബേക്കറി മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഇതിലൊരു കണ്ണിയെ പ്രവർത്തിക്കാനും എന്താ പറയുക ഇങ്ങനെ ഒരു പരിപാടി പങ്കെടുക്കാനും കിട്ടിയ വലിയൊരു ഭാഗ്യമായി വരുന്നത് എല്ലാവർക്കും ഇതിന് സംഘാടകർക്കും പ്രത്യേകിച്ച് എന്താ പറയുക രമേശേട്ടൻ ഇങ്ങനെ ഒരു ആശയം കൊണ്ട് അതിൽ മുതലെടുത്ത് നമ്മൾ പ്രസിഡന്റ് ശങ്കരേട്ടനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിർമ്മാണാത്മകവും കലാകാരവുമായ ഭാവങ്ങൾ യുവത്വത്തിനുണ്ട്. ബൈക്കിന്റെ യുവത്വത്തെ നിർമ്മാണാത്മക ഭാവത്തിലേക്ക് നയിക്കാൻ ബേക്കേഴ്സ് അസോസിയേഷൻ കുതിക്കുന്നു. അതിന്റെ പ്രതിഫലനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി അയു പലശ്ശേരി. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്ഥലത്തിലുള്ള ബേക്കറി സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, ഇവിടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം പറയാനാണ് പ്രസിഡന്റ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ തലശ്ശേരിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു ബേക്കറിക്കാരനാണ്. അപ്പോൾ ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചത് അതിൻ്റെ ഗുണമെന്നാണ് ഇവിടെയുള്ള ബേക്കറിക്കാരെ നമുക്ക് സുഹൃത്തുക്കളായി എന്നുള്ളതാണ്. അതെന്നെ വലിയൊരു കാര്യം തന്നെയാണ്. അതല്ല ഇതേപോലെ കേക്കുകളെ പ്രദർശിപ്പിച്ച രമേശേട്ടനോടും ഇതിന്റെ ബേക്കിന്റെ സംസ്ഥാന കമ്മിറ്റികളോടും വളരെ കടപ്പാടുണ്ട്. ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും സ്നേഹമുള്ള ബേക്കറി സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, ഈ ഉഷ്ണത്തില് വയനാട്ടിൽ നിന്നും നല്ല തണുപ്പുള്ള അന്തരീക്ഷത്തിൽ നിന്നും കടന്നു വന്ന ഞങ്ങൾക്ക് വയനാട്ടുകാർക്ക് വലിയൊരു ചൂടാണ്. തീർച്ചയായിട്ടും ഇത്രയും ചൂടിൽ ഞങ്ങള് എങ്ങാണ്ടോട് പറയായിരുന്നു ഇത്രയും വലിയൊരു ക്യൂ. ശങ്കരേട്ടൻ പറഞ്ഞു അത് നമ്മുടെ അഭിമാനമാണ്. നമ്മുടെ ഈ പ്രോഗ്രാം
കാണുവാനായിട്ട് നമ്മുടെ ജീവിതം കാണുവാനായിട്ട് നമ്മുടെ ആഗ്രഹിച്ച് കടന്നു വന്നിരിക്കുന്ന പതിനായിരക്കണക്കിന് ജനങ്ങൾ അവിടെ വരുന്നത് നമ്മുടെ ബേക്കർ അസോസിയേഷന്റെ അഭിമാനമാണെന്ന് ഇപ്പോൾ ചെയ്തിട്ടുണ്ടെന്ന് തീർച്ചയായും എല്ലാ നല്ല സുഹൃത്തുക്കൾക്ക് പ്രത്യേകമായിട്ട് ബേക്കർ അസോസിയേഷന്റെ പേരിൽ അഭിമാനത്തോടെ ആഗ്രഹം ചെയ്യുന്നു. പ്രത്യേകിച്ച് വയനാട്ടുകാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു വലിയൊരു പ്രോഗ്രാമിൽ വരുവാനും പ്രതികരിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എല്ലാവർക്കും നന്ദി പറയുന്നത് ഈ നടത്തിയ പ്രോഗ്രാമിൽ എല്ലാം പ്രതികരിക്കണമെന്ന് ഒരിക്കൽ കൂടി ആശംസ അർപ്പിച്ചുകൊണ്ട് എന്റെ ഈ വാക്കുകൾ നന്ദിയുണ്ട്. നമ്മുടെ അതുലിയെ ആ കേസിലേക്ക് കണ്ടുപിടിച്ചാൽ തലശ്ശേരിയുടെ എന്തായാലും തലശ്ശേരി എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായി. ഇതിന് ആദ്യത്തെ കാര്യത്തിൽ ഒരുത്തിലേക്ക് അവരുടെ നമ്മുടെ ചരിത്രമായ രണ്ടായിരത്തി അദ്ദേഹത്തിന്റെ ടീമിനെ അതിനാണ് ഞാൻ അഭിനന്ദനം ചെയ്യാൻ. അതുപോലെ തന്നെ അല്പസമയം സംസാരിക്കാൻ ആവശ്യമാണ് അഭ്യർത്ഥിക്കുക. അസോസിയേഷൻ കേരളയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഇതിന്റെ ജനറൽ സെക്രട്ടറിയും വളരെ കാലമായിട്ടുള്ള സുഹൃത്തുമായിട്ടുള്ള ശ്രീ കെ ആർ ബാലകൻ. ഞാൻ തലശ്ശേരിക്കാരനാണെങ്കിലും താമസം കൊണ്ട് ഞാനിപ്പോൾ കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോട് വളരെ കാലമായിട്ട് സുപരിചിതനായിട്ടുള്ള ക്രിസ്ത്യൻ ബേക്കറിയുടെ എം പി രമേശ്, രീതിയിലുള്ള മറ്റൊരു സുഹൃത്തുക്കളെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, മാധ്യമപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ ആദ്യമായിട്ട് കേക്ക് നിർമ്മാണം നടത്തിയ സ്ഥലം തലശ്ശേരിയിൽ അതിന്റെ 129ാം വർഷം. ഞാൻ മാധ്യമങ്ങളിലൂടെ നേരത്തെയൊക്കെ മനസ്സിലാക്കി അതിന്റെ 100ാം വർഷം 129ാം വർഷമാണ് എന്നുള്ളത് മനസ്സിലായി. തലശ്ശേരി പ്രശസ്തമായിട്ടുള്ള പല കാരണങ്ങൾ ഇന്ത്യയിൽ എവിടെയാണ് ചെയ്യുന്നത് ആ സ്ഥലങ്ങളിലൊക്കെ തലശ്ശേരി അറിയുന്നത് തലശ്ശേരിക്കാരായിട്ടുള്ള ബേക്കറി ഉടമകളാണ്. ബാംഗ്ലൂരിൽ പോയാലും ഞാൻ കൂടുതൽ സമയത്ത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് പോയത് ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ തലശ്ശേരിക്കാരൻ നാട്ടുകാരനായതുകൊണ്ട് ആളായതുകൊണ്ട് സ്വാഭാവികമായി മന്ത്രി വഹിക്കാൻ അങ്ങനെ ഇന്ത്യയിൽ എവിടെ പോകുമ്പോഴും വളരെ വിദൂരമായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ പോലും തലശ്ശേരി അറിയുന്ന ഒരു കാരണം, തലശ്ശേരി ജനങ്ങൾ അറിയുന്നതിനുള്ള ഒരു കാരണം, തലശ്ശേരിയിൽ നിന്ന് പോയി ആ സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് സ്കൂൾ പഠിക്കുന്ന കാലത്ത് അപ്പം കൊടുക്കുന്നുണ്ട്.
അങ്ങനെയുള്ളൊരു പെരുമ മറ്റൊന്ന് ഇന്ന് ആ പെരുമ വർഷത്തിന്റെ നാട് സാഹചര്യം മറ്റേ